നമസ്കാരം. ആയുർമന ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ സിലിക്കൺ ഒയാസിലുള്ള ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിനകത്താണ്. ആയുർവേദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ആയുർവേദയുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുമി അശോകാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. മെയിനായിട്ട് എന്തൊക്കെ കേസസ് ആണ് ഈ ഒരു സിലിക്കൺ ഒയാസ് ബ്രാഞ്ചസിൽ വരുന്നത്? നമുക്ക് ഒരുവിധം എല്ലാ വിധത്തിലുള്ള കേസസും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ട് നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സോറിയാസിസ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് എൻക്വയറി വരുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ ബാക്ക് പെയിനിന് എത്രയാണ് പാക്കേജ്, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും ആയുർവേദത്തിനെ മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു. കാരണം ആയുർവേദത്തിൽ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. രോഗിക്കാണ് ചികിത്സ. അതായത് ഇപ്പോൾ ഒരു ബാക്ക് പെയിനുള്ള 2 പേര് വന്നാലും ചിലപ്പോൾ 2 ആൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ചികിത്സ. അപ്പോൾ പറഞ്ഞു വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമൈസ്ഡ് പ്ലാനാണ് നമ്മളെപ്പോഴും കൊടുക്കുക. അപ്പോൾ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മളിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എടുത്തിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ന് കാലത്ത് നമ്മൾ ഈ ഫിസിക്കൽ എയിൽമെൻറ്റ്സിന് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇവിടെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫിൽ സ്ട്രെസ്സും കൂടി ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഞങ്ങളുടെ സെഷൻസ് ഒക്കെ തന്നെ വളരെ റിലാക്സിങ്ങും കൂടിയാണ്. അപ്പോൾ പാരലലി അതും കൂടി നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. ആയുർവേദയിലെ ഡോക്ടർ ശ്രുതിയാണ് ഇനി നമ്മളോടൊപ്പം ചെയ്യുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത്. നോർമലി വീടുകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആയുർവേദിക് സെന്ററുകളിലും പോയി നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇവിടെ ആയുർവേദയിൽ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? ഇവിടെ നിൽക്കാൻ സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ വന്ന് പോവുകയാണോ, എങ്ങനെയാണെന്നുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും അതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ് പോസ്റ്റ് നേറ്റൽ കെയർ. നമുക്കറിയാം, പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയുടെ ശരീരം ഒരുപാട് ഫിസിക്കൽ ആൻഡ് ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒരുപാട് സ്ട്രെയിനിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പം ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നതാണ് എന്നതാണ് ഈ ഒരു പോസ്റ്റ് നേറ്റൽ കെയറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ക്ലിനിക്കിലും സർവീസ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മൾ ഹോം സർവീസസും ചെയ്യുന്നുണ്ട്. പോസ്റ്റ് നേറ്റൽ കെയർ കൂടാതെ നമ്മൾ പ്രീനേറ്റൽ കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അധികം വർക്കിംഗ് ആയിരിക്കും. അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അത് ഈ ഒരു പ്രഗ്നൻസിയുടെ അസോസിയേറ്റ് ചെയ്ത് അവർക്ക് നെക്ക് പെയിന്, ഫുഡ് പെയിന് അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പം ആയുർവേദ വിധി പ്രകാരം നമ്മൾ ഒരു 5 മാസത്തിന് ശേഷം ധാനുദ്രം തൈലം പോലുള്ളവ തേച്ച് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ അതിനുള്ള സൗകര്യം, അതായത് നോർമലി ഇപ്പം വീട്ടിൽ അവർക്ക് ഇരുന്ന് ഈ ഒരു എണ്ണ തേച്ച് കുളിക്കുന്നതിനൊക്കെ ഒരു മടി ഉണ്ടാവും. അപ്പം ഈ ഒരു നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ദുബായിൽ സിലിക്കൺ ഒയാസിലുള്ള ആയുർമന ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിലാണ് നമ്മളുള്ളത്. ഡോക്ടേഴ്സ് 2 പേരും മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും എടുത്തു പറയേണ്ടത് മേജറായിട്ടുള്ള എല്ലാ ഇൻഷുറൻസും ഇവർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ട്രീറ്റ്മെൻറ്റുകളുടെ പേരെല്ലാം ഒരുപോലെയാണെങ്കിലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ തണുപ്പ് കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒന്നും തന്നെ യാതൊരു ഹാനികരമില്ല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ആയുർവേദിക് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അതിന് ട്രീറ്റ്മെന്റ് വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സെന്റർ തന്നെയാണ് ആയുർമന ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ. ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.